ഹായ് വെൽക്കം ബാക്ക് ടു മാജിക് ഇൻ ലൂപ്സ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ ഈ ഒരു സ്ട്രോബെറി ഗ്രാനി സ്ക്വയർ ട്രൈ ചെയ്ത് നോക്കിയവരൊക്കെ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ നെക്സ്റ്റ് വീഡിയോ ഇത് വെച്ചിട്ടുള്ള ഒരു പൗച്ച് ചെയ്യണം എന്നായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ അതിന് മുന്നേ ഒരു അർജൻറ്റ് ഓർഡർ വന്നു, ഒരു പേഴ്സ് ചെയ്യാനായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ അത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന്. അപ്പോൾ ഇന്നൊരു പേഴ്സ് മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഷെനയിൽ യാണാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ സൈഡിൽ ആഡ് ചെയ്യാം. അപ്പോൾ അതിന് യൂസ് ചെയ്യാൻ പോകുന്നത് 5.5 mm ഹുക്കുമാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കസ്റ്റമർ റിക്വയർമെൻറ്റ് ഒരു സിമ്പിൾ പേഴ്സാണ്, സിബ്ബർ അറ്റാച്ച് ചെയ്തിട്ടുള്ള, മൊബൈലും അത്യാവശ്യം ക്യാഷൊക്കെ ഇടാൻ പറ്റിയ ഒരെണ്ണം. അപ്പോൾ അകത്ത് അങ്ങനെ പാർട്ടീഷൻസ് വേണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, വേണ്ട സിംഗിൾ ഇതായാലും മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ഓർത്തു ലൈനിങ് വെച്ചിട്ട് കുറച്ച് സ്ലിപ്പ് പൗച്ചസ് ആഡ് ചെയ്യാം സൈഡിലെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലൈനിങ് യൂസ് ചെയ്യുന്നുണ്ട്, സിബ്ബർ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മൊബൈൽ കയറണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഇതാണ് എൻ്റെ അടുത്ത് ഈ ഒരു പേഴ്സ് ഉണ്ട്, ഇതാണ് സൈസ് റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലൊരു ഫോൺ കയറുന്ന സൈസാണ്. അപ്പോൾ ഈ ഒരു ലെങ്ത്തും ഹൈറ്റ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു ശകലം കൂടിയാലും കുഴപ്പമില്ല, എന്നാലും ഏകദേശം അവരങ്ങനെ കറക്റ്റ് സൈസൊന്നും പറഞ്ഞിട്ടില്ല കസ്റ്റമർ. ഈ ഒരു ഇതിൻ്റെ റെഫറൻസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഒരു സ്ലിപ്പ് നോട്ട് ആഡ് ചെയ്യുക. ഒരു ചെറിയ എൻഡ് ലീവ് ചെയ്താൽ മതി, കാരണം നമുക്കിവിടെ നീഡിൽ അറ്റാച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നമ്മളിത് ഹൈഡ് ചെയ്ത് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് ചെയിൻസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ 1 2 ആക്ച്വലി ഇവിടെ കൗണ്ട് അല്ല നോക്കുന്നത്, ഈ ഒരു പേഴ്സ് ആണല്ലോ സൈസിന് വേണ്ടി നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ചെയിൻസ് നമ്മൾ ഇതിൻ്റെ ആ ഒരു ലെങ്ത്ത്, ഇതിൻ്റെ കംപ്ലീറ്റ് ലെങ്ത്ത് എടുക്കണ്ട, ഞാൻ കാണിച്ചു തരാം. ആ ഒരു കുറച്ച് ലെങ്ത്ത് അപ്രോക്സിമേറ്റ്ലി ഇതിൻ്റെ ഈ എൻഡ് എത്തുന്ന വരെയുള്ള ഒരു ലെങ്ത്ത് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ആ ലെങ്ത്ത് എത്തുന്നവരെ കുറച്ച് ചെയിൻസ് ഇട്ട് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ചെയിൻസ് ആഡ് ചെയ്യാം. കുറച്ച് ടൈറ്റായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക, വല്ലാണ്ട് ലൂസ് ആവരുത്. കുറച്ച് ചെയിൻസ് ഇട്ടതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ലെങ്ത്ത് വരെ ചെയിൻസ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ, കാരണം നമ്മൾ ഇത് ബേസിൻ്റെ ഏറ്റവും ബോട്ടം ചെയിനാണല്ലോ ഇത്. അപ്പോൾ നമ്മൾ സൈഡ് വർക്ക് ചെയ്യുമ്പോഴത്തേനും സൈഡ്സിലേക്ക് കുറച്ച് ഓട്ടോമാറ്റിക്കലി ആഡ് ആവും സൈസ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ് ഈ ഒരു ലെങ്ത്തിന് ചെയിൻസ് ഇടുകയാണെങ്കിൽ ഓവറോൾ സൈസ് ഇതിലും വലുതാവും. അപ്പോൾ അത്രയും ആവശ്യമില്ലാത്തത് കൊണ്ട് കണ്ടോ, ആ ഒരു മൊത്തം ലെങ്ത് എത്തിയിട്ടില്ല. അപ്പോൾ ഇത്ര ചെയിൻസ്, ഒരു 1/4 ഭാഗത്തോളമാണ് ഞാൻ ചെയിൻസ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമുക്ക് ഈ ഒരു പേഴ്സ് ബേസിക് സ്റ്റിച്ചായ സിംഗിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ ഏത് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമുക്കിനി ആ സ്റ്റിച്ച് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബേസിക് സ്റ്റിച്ചസിൻ്റെ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഓരോ സ്റ്റിച്ചിൻ്റെയും ഫ്രണ്ടിൽ എത്ര ചെയിൻസ് ആഡ് ചെയ്യണം, ന്യൂ റോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ നമ്മൾ കണ്ടിട്ടുണ്ട് 2 ചെയിൻസ് സ്കിപ്പ് ചെയ്യും. ഹുക്ക് കിടക്കുന്ന ലൂപ്പ് അത് വർക്കിംഗ് ലൂപ്പ് എന്ന് പറയും. അപ്പോൾ ഹുക്കിൽ നിന്നും 1 2 3 മൂന്നാമത്തെ ചെയിനിലേക്കാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ആണെങ്കിൽ നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യുക. അപ്പോൾ യാൺ ഓവർ ചെയ്യുക. ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ഞാൻ ആ 1 2 3 ആ തേർഡ് ചെയിനിലേക്ക് ഹുക്ക് കടത്തിയിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ഞാനിവിടെ ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ഉടനെ നമുക്ക് അതിൻ്റെ ആ 2 ലൂപ്സിലേക്കും കൂടി ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഓരോ ചെയിൻസിലും ഈ ലാസ്റ്റ് ചെയിൻ എത്തുന്നത് വരെ ഈ ഓരോ ചെയിൻസിലും ഓരോ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതായത് ഇവിടെ ഞാനിപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വെച്ചിട്ടില്ലേ ചെയ്ത്, അപ്പോൾ ആ സെയിം സ്റ്റിച്ച് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് ചെയിനിലേക്ക് ചെയ്ത് കൊടുത്തു, സെക്കൻഡ്, ഇങ്ങനെ നമ്മൾ ഏത് സ്റ്റിച്ച് വെച്ചിട്ടാണോ ചെയ്യുന്നത് ആ ഒരു സ്റ്റിച്ച് ലാസ്റ്റ് സ്റ്റിച്ച് വരെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഞാൻ ആ ലാസ്റ്റ് സ്റ്റിച്ച് വരെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ലാസ്റ്റ് സ്റ്റിച്ചിലൊരു ഡിഫറൻസ് ഉണ്ട്. അവിടെ നമ്മൾ ആ ലാസ്റ്റ് സെയിം സ്റ്റിച്ചിലേക്ക് 4 സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കണം. 1 2 3 ആൻഡ് 4 സ്റ്റിച്ചസ് ആ സെയിം സ്റ്റിച്ചിലേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ലാസ്റ്റ് സ്റ്റിച്ചിൽ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യം ലീവ് ചെയ്ത ആ ഒരു എൻഡ് ഉണ്ടല്ലോ, ആ എൻഡ് നമുക്ക് ഇനി അങ്ങോട്ട് ഈ സൈഡ് നമ്മൾ സെയിം സ്റ്റിച്ചസ് വർക്ക് ചെയ്യാൻ പോകണം. ആ ചെയിൻ്റെ ഒരു സൈഡല്ലേ, ഒരു ലൂപ്പിലേ നമ്മൾ വർക്ക് ചെയ്തുള്ളൂ. അപ്പോൾ ആ ഓപ്പോസിറ്റ് ലൂപ്പിൽ നമ്മളിനി ഈ സെയിം സ്റ്റിച്ച് ഓരോ സ്റ്റിച്ച് വീതം റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ എൻഡ് കണ്ടോ, നമ്മൾ മുന്നുള്ള പ്രൊജക്റ്റിലൊക്കെ ചെയ്യാറുണ്ടല്ലോ, ഈ എൻഡ് ഇങ്ങനെ ഹൈഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഓരോ സ്റ്റിച്ച് നമ്മളിനി അങ്ങോട്ടുള്ള ഓരോ ബാക്കി ചെയിൻസിൻ്റെ ഓരോ ലൂപ്പ് കണ്ടില്ലേ, ബാക്കിയുള്ള ലൂപ്സ്, അപ്പോൾ അതിൽ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ ആദ്യത്തെ ആ ഒരു ടെയിൽ എൻഡ് ഇങ്ങനെ ഹൈഡ് ചെയ്ത് ഒപ്പം കൊണ്ടുപോകണം. ഇങ്ങനെ നമ്മൾ
ഈ പറഞ്ഞ പോലെ ഇതിൻ്റെയും ഈ ലാസ്റ്റ് സ്റ്റിച്ച് എത്തുന്നത് വരെ നമുക്കിങ്ങനെ ഈ ഓരോ സ്റ്റിച്ച് വീതം ഈ ഓരോ ചെയിനിൻ്റെ ഓപ്പോസിറ്റ് ലൂപ്പിലേക്ക് വർക്ക് ചെയ്തുകൊണ്ട് പോവാം. അപ്പോൾ ഇതങ്ങനെ ലാസ്റ്റ് സ്റ്റിച്ച് എത്തുന്ന വരെ കണ്ടോ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ലാസ്റ്റ് സ്റ്റിച്ചിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അവിടെ ആ ലാസ്റ്റ് സ്പേസിലേക്ക് നമ്മൾ 3 സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ മറ്റേ എൻഡിൽ 4 ആണ് ചെയ്തത്. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഒരു സ്റ്റിച്ച് നമുക്ക് ഉണ്ട്. അതായത് ഈ 2 ചെയിൻസ് നമ്മൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചായിട്ട് കണക്കാക്കുന്നുണ്ട് ഫസ്റ്റ് സ്കിപ്പ് ചെയ്തത്. സോ ഇനി ഇവിടെ 3 സ്റ്റിച്ചസ് കൂടെ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ 3 സ്റ്റിച്ചസ് കൂടെ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ ഫസ്റ്റ് സ്റ്റിച്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ, ആ മാർക്ക് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു ഫസ്റ്റ് റൗണ്ട് നമ്മൾ ഫിനിഷ് ചെയ്യാണ്. കണ്ടോ, ഉടനെ തന്നെ 2 ചെയിൻസ് ആഡ് ചെയ്യുക. എന്നിട്ട് ഈ ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് തന്നെ ഉടനെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കുക. അതായത് സെക്കൻഡ് റൗണ്ടിൽ ഫസ്റ്റ് സ്റ്റിച്ച് നമ്മൾ ചെയ്തു, എന്നിട്ട് അതും സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്തിട്ട് ഇപ്പം തന്നെ കൈയോടെ മാർക്ക് ചെയ്ത് വെക്കുക. ഇങ്ങനെ എല്ലാ റൗണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഫസ്റ്റ് സ്റ്റിച്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് വെക്കണം. കാരണം അതിലേക്കാണ് എല്ലാ റൗണ്ടും ഇങ്ങനെ വന്ന് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ മാർക്ക് ചെയ്തില്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും, എസ്പെഷ്യലി ഇങ്ങനത്തെ യാൺസൊക്കെ ആകുമ്പോൾ. ഇനി എന്താണ്, ഈ കാണുന്ന ഓരോ സ്റ്റിച്ചിലേക്കും ഓരോ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സെക്കൻഡ് റൗണ്ടും കംപ്ലീറ്റ് ചെയ്യാം. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് റൗണ്ട്സിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സൺ എത്ര ഹൈറ്റ് വേണോ അതാണ്. അപ്പോൾ ആ ഒരു ഡിസൈഡ് ഹൈറ്റ് എത്തുന്നത് വരെ നമുക്കിത് റിപ്പീറ്റ് ചെയ്യാം, ഈ ഒരു പ്രോസസ്സ്. അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ചെയ്ത് വന്നിട്ട് ഇവിടെ എങ്ങനെയാണ് ജോയിൻ ചെയ്യുക എന്നുള്ളത് ഇവിടെ കാണിച്ചു തരാം. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ റൗണ്ട്സും, ഇനി അങ്ങോട്ടുള്ള എല്ലാ റൗണ്ട്സും സെയിം വേ ആണ്. ഇതാ കണ്ടോ, ഞാൻ ആ റൗണ്ട് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ലാസ്റ്റ് എത്തി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് സ്റ്റിച്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. 1 2 നമ്മൾ ആ സ്റ്റാർട്ടിങ് ഇട്ട് കൊടുത്ത 2 ചെയിൻസ് ആണ്. പിന്നെ നിങ്ങൾക്ക് നോക്കിയാറേ ഇവിടെ ഒരു കണ്ടോ സ്റ്റിച്ചിൻ്റെ സ്പേസ് ഉണ്ട് അല്ലേ, ബാക്കിയുണ്ട്. അതിൻ്റെ തൊട്ട് മുന്നേ വരെയാണ് ഞാൻ വർക്ക് ചെയ്തത്. ആക്ച്വലി നമ്മൾ ഇനി അങ്ങോട്ടുള്ള എല്ലാ റൗണ്ട്സിലും ഈ ഒരെണ്ണം സ്കിപ്പ് ചെയ്യും. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് ഇതിങ്ങനെ ചെയ്ത് വരുമ്പോൾ ഈ 2 എഡ്ജസും സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിലും കൂടെ നമ്മൾ വർക്ക് ചെയ്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ ഒരു സൈഡ് ചെരിഞ്ഞു പോകും. അപ്പോൾ 2 എഡ്ജും സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത്. സോ ഇനിയപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ ഊരിയിട്ട് നമ്മൾ ആ ഒരു ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക്, ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റിച്ചിൻ്റെ തൊട്ട് മുന്നത്തേൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഈ റൗണ്ട് അവസാനിപ്പിക്കും, ക്ലോസ് ചെയ്യും സെക്കൻഡ് റൗണ്ട്. എഗെയിൻ പിന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. 1 2 ചെയിൻസ് ഇടുക. ഫസ്റ്റ് ഇതിലേക്ക് തന്നെ നമ്മൾ ആ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തില്ലേ അതിലേക്ക് തന്നെ ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മറക്കാതെ ഈ പറഞ്ഞ പോലെ സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്യുക. ഇനി അങ്ങോട്ട് ഈ ഓരോ സ്റ്റിച്ചിലേക്കും ഓരോ സ്റ്റിച്ച് വീതം ചെയ്ത് ഇവിടെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ലാസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യും. ഇവിടെ വർക്ക് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് ഇങ്ങോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യും. കണ്ടോ, അപ്പോൾ ഇത് നമുക്ക് ഇത്രയും ഹൈറ്റ് ആയി അല്ലേ. അപ്പോൾ എത്രത്തോളം ഹൈറ്റ് വേണം, അപ്പോൾ ഞാൻ വേണ്ട ഹൈറ്റിൽ സെയിം ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ലൈനിങ് എങ്ങനെ ആഡ് ചെയ്യുക, സിബ് എങ്ങനെ വെക്കുക എന്നുള്ളതൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ ടോട്ടൽ 9 റോസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, 2 എഡ്ജസും സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ ലാസ്റ്റ് റോയുടെ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ ആദ്യം പറഞ്ഞ പോലെ ആ ഏറ്റവും ലാസ്റ്റത്തെ ആ സ്റ്റിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് ഫസ്റ്റത്തെ സ്റ്റിച്ചിലേക്ക് ആ റൗണ്ടിൻ്റെ ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് അതിലേക്ക് ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത ആ ലൂപ്പ് കുറച്ചിങ്ങനെ നീട്ടിയിട്ട് കൊടുക്കണം. ഇത് നമുക്ക് യാൺ കട്ട് ചെയ്തിട്ട് നീഡിൽ ഹൈഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ചിങ്ങനെ നീട്ടിയിട്ടിട്ട് അത് കട്ട് ചെയ്യുക. ഇനിതാ ഈ സ്റ്റിച്ച് ഇതിൻ്റെ ഇപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ തൊട്ടടുത്ത സ്റ്റിച്ചിൽ നമ്മൾ അകത്തുനിന്ന് ഇങ്ങനെ ഹുക്ക് ഇങ്ങോട്ട് കടത്തി കൊടുക്കുക. എന്നിട്ട് ഈ എൻഡിനെ ഇതിൻ്റെ അകത്തേക്ക് വലിച്ചെടുക്കണം ഹൈഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമുക്കിത് അങ്ങനെ ചെയ്യുമ്പോൾ ഇത് നല്ല ഫിനിഷിങ്ങിൽ ഇങ്ങനെ സെപ്പറേറ്റ് ഒരു സ്റ്റിച്ചായിട്ടൊന്നും നിൽക്കാതെ നീറ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിനെ ഈ നമ്മുടെ നീഡിൽ ടേപ്പിസ്ട്രി നീഡിൽ യൂസ് ചെയ്തിട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എപ്പോഴും ചെയ്യാറുള്ള പോലെ ഇതിൻ്റെ അകത്തേക്ക് ഇതിനെങ്ങനെ ഓരോ സ്റ്റിച്ചിൻ്റെ അകത്തേക്കായിട്ട് എടുത്തിട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഹൈഡ് ചെയ്ത് കൊടുത്താൽ നമുക്കത് കട്ട് ചെയ്യാം. അപ്പോൾ പിന്നെ അതങ്ങനെ അഴിഞ്ഞു പോകുന്നില്ല. അപ്പോൾ അതങ്ങനെ നമ്മുടെ ക്രോഷ്യ പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്കിത് ലൈനിങ് ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ലൈനിങ് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. ലൈനിങ്ങിനായിട്ട് ഒരു കട്ട്
കട്ടിയുള്ള ടൈപ്പ് കോട്ടൻ്റെ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് ഇതാ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈസ് കാണിച്ചു തരാം. ഇപ്പോൾ ഈ പേഴ്സ് ഇങ്ങനെ അതിൻ്റെ മേലെ വെക്കുകയെന്നുണ്ടെങ്കിൽ കണ്ടോ, എഡ്ജസ് സ്റ്റിച്ച് ചെയ്യാനുള്ള എഡ്ജസ് 3 സൈഡ്സിലും വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് വരും, ഇവിടെ നമ്മൾ ടോപ്പിൽ സിബ് അറ്റാച്ച് ചെയ്യും. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാനൊരു കാര്യം പ്ലാൻ ചെയ്യണത്, നമുക്ക് ക്യാഷ് ഒക്കെ ഇടാനായിട്ട് ഇങ്ങനെ ഒരു ഓപ്പൺ പോക്കറ്റ് കൊടുക്കാനാണ്. അപ്പോൾ അതിന് പറ്റിയൊരു സൈസിലുള്ള ഒരു പീസും, അത് നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടപ്പെട്ട സൈസ് എടുക്കുക, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു സൈസ് എടുത്തിട്ട് ഇതിൻ്റെ 2 കോർണറും ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു സൈഡിൽ ഇതിപ്പോൾ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് ഇതിങ്ങനെ അറ്റാച്ച് ചെയ്യും. ഇതിങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കും. ഇതെങ്ങനെ ഫിക്സ് ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ സ്റ്റിച്ചിങ് ഇപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ നമുക്ക് അകത്തേക്ക് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് ഈ 3 സൈഡും. ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിലെ ഇങ്ങനെ ചേർത്ത് 3 സൈഡ്സ് സ്റ്റിച്ച് ചെയ്യും. പിന്നെ 2 പോക്കറ്റ്സ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സോ സെൻറ്ററിൽ ഇങ്ങനെ ഒരു സ്റ്റിച്ചും കൂടെ വരും. അപ്പോൾ നമ്മുടെ പേഴ്സിൻ്റെ അകത്ത് ഒരു സൈഡ് ഇതും ഒരു സൈഡ് ഇങ്ങനെ ഈ ഒരു പ്ലെയിൻ ലൈനിങ്ങും ആണ് ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ചെയ്തതിന് ശേഷം ഇത് സിബ് അറ്റാച്ച് ചെയ്യും. സിബ് എങ്ങനെ അറ്റാച്ച് ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം. അതും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ഇതിനെ നേരെ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ ഇറക്കി വെക്കുമ്പോൾ ഇത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ കണ്ടോ, നമ്മുടെ ഒരു സൈഡിൽ നമുക്കിങ്ങനെ പോക്കറ്റ്സ് കാണാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഫൈനലി സിബും ഇതിൻ്റെ അകത്തേക്ക് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അത്രയും പരിപാടീസ് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇനി ചെയ്യാനുള്ളത് ഈ ഓപ്പൺ സൈഡ് പോക്കറ്റ്സ് മെയിൻ ലൈനിങ്ങിലേക്ക് സ്റ്റിച്ച് ചെയ്യും. അതിനുശേഷം സിബ് അറ്റാച്ച് ചെയ്യും. സിബ് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ഈ 2 സൈഡ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് വെക്കും. അതിനുശേഷം ഫൈനലി സിബും ഇതും തമ്മിൽ അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഇതാ കണ്ടോ, ആ ഇന്നർ പോക്കറ്റ്സ് ഞാനിങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് അറ്റാച്ച് ചെയ്യാനുള്ളത് സിബാണ്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു സിബ് ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്യണം. അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം ചെയ്യാനുള്ളത്, ഈ ഒരു ക്ലോത്തിൽ ഇപ്പം നമ്മൾ എക്സ്ട്രാ കുറച്ച് നീട്ടിയിട്ടിട്ടാണല്ലോ ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്പോൾ ടോപ്പിലെ ആ ഒരു എക്സ്ട്രാ പാർട്ട് നമുക്കിപ്പോൾ കട്ട് ചെയ്ത് മാറ്റണം. ഒരു ശകലം ഇതിൻ്റെ അകത്തേക്ക് നിന്നാലും കുഴപ്പമില്ല, കാരണം സിബ് നമ്മൾ ഈ ഒരു ലെവലിലൊക്കെ ആയിരിക്കും വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ക്ലോത്ത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ശകലം നമ്മൾ സിബിൽ അറ്റാച്ച് ചെയ്യാനുള്ള ആ ഒരു കുറച്ചൊരു ഗ്യാപ്പ് വേണം. അപ്പോൾ അത് കണക്കാക്കിയിട്ട് നിങ്ങൾ എവിടെയാണോ പൊസിഷൻ ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് വെച്ചിട്ട് ലൈനിങ് കട്ട് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഈ ടോപ്പ് ലെവലിൽ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ സിബ് അറ്റാച്ച് ചെയ്യുമ്പോൾ അത് ശകലം അകത്തേക്ക് ആയിക്കോളും. നെക്സ്റ്റ് സിബ് നമുക്ക് വേണ്ട ലെങ്ത്തിന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആ ലൈനിങ്ങിൻ്റെ ലെങ്ത് എടുക്കാം. ഇനി ഇതെങ്ങനെ അറ്റാച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് നമുക്കറിയാലേ, ഇതാണ് ലൈനിങ്ങിൻ്റെ ഇൻസൈഡ് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ തന്നെ മടക്കി വെക്കുകയാണ്. അപ്പോൾ ഇതാണ് ടോപ്പ് വരിക, അതായത് പേഴ്സിൻ്റെ ടോപ്പിൽ കാണുക. അപ്പോൾ അതും അങ്ങനെ തന്നെ വെക്കുന്നു. അപ്പോൾ ഈ 2 ഡയറക്ഷൻസ് ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ടിനി ഇത് അറ്റാച്ച് ചെയ്യേണ്ടത് ഈ സൈഡ് നമ്മൾ ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്യും. ഇതേപോലെ തന്നെ രണ്ടും വെക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ ഈ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുക. കണ്ടോ, സിബ് ഇതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കും. ഇതാ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇത് മാക്സിമം ഈ സൈഡ് ചേർത്തിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതേപോലെ ഈ സൈഡും നമ്മളിങ്ങനെ തന്നെ പിടിക്കും. എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ആ 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് ഇത് പേഴ്സിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ചിട്ട് സിബും പേഴ്സും തമ്മിൽ നമ്മൾ സാധാ നീഡിലില്ലേ ത്രെഡും വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാണ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് അറ്റാച്ച് ചെയ്തിട്ട് വരാം. ഇതെനിക്കിപ്പോൾ മെഷീനിൽ ചെയ്യണം. അപ്പോൾ നമ്മൾ സാധാ സ്റ്റിച്ച് ചെയ്യുക, വേറെ ഒന്നുമില്ല. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ. അപ്പോൾ ഇതാ പറഞ്ഞ പോലെ സിബ് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇപ്പോൾ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുവാണെങ്കിൽ കറക്റ്റ് അകത്തെ ലൈനിങ് കണ്ടോ ഇങ്ങനെ കിട്ടും. ഇനി നമുക്കിത് ഈ 2 സൈഡ്സില്ലേ അത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ കറക്റ്റ് നമ്മൾ ഇതിൻ്റെ ഈ ലെങ്ത്ത് നോക്കുക. കണ്ടോ, ഇവിടെ എക്സ്ട്രാ ഒരു ശകലം 1/2 ഇഞ്ചോളം ഉള്ളൂ 2 സൈഡിലും. അപ്പോൾ അത് ഇങ്ങനെ കറക്റ്റ് അകത്ത് ഫിറ്റാവുന്ന ആ ഒരു ലെങ്ത്ത് നോക്കിയിട്ട് നമ്മൾ ഇതിങ്ങനെ വയ്ക്കുക. എന്നിട്ട് മൊത്തം സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നെക്സ്റ്റ് അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ 2 സൈഡും ഇനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ലൈനിങ്ങും 2 സൈഡും ആ കറക്റ്റ് മെഷർമെൻറ്റ് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാം. സിമ്പിളായിട്ട് അകത്തേക്ക് ഇങ്ങനെ വെറുതെ വെച്ച് കൊടുത്താൽ മതി. കണ്ടോ, അപ്പോൾ കറക്റ്റ്. എന്നിട്ട് ഇതൊന്ന്
ഈ സിബൊക്കെ എക്സ്ട്രാ ഉള്ളത് ഇങ്ങനെ സൈഡിലേക്കൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക, 2 സൈഡിൽ. എന്നിട്ട് ഇത് ഇങ്ങനെ കറക്റ്റ് ഒന്ന് പൊസിഷൻ ചെയ്ത് കൊടുക്കണം. കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം, കണ്ടോ. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഇത് തമ്മിൽ അറ്റാച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിന് നമ്മുടെ നോർമൽ നീഡിലും മെഷീൻ ത്രെഡും അത് കാണിച്ചു തരാം. അത് വെച്ചിട്ട് നമ്മൾ ഇനി ഈ സിബും ഈ ആണും ഇല്ലേ നമ്മുടെ പേഴ്സിൻ്റെ പാർട്ട് അതും തമ്മിൽ അറ്റാച്ച് ചെയ്തെടുത്താൽ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതാ നമ്മുടെ നോർമൽ ത്രെഡ് ഇതാ ഇങ്ങനെ ഒരു നീഡിൽ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ റൈറ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇത് അറ്റാച്ച് ചെയ്യാനായിട്ട് പോണ ലൂപ്പ് ഇത് നമ്മുടെ ടോപ്പിൽ കാണുന്നത്. നമുക്ക് ആ ചെയിൻസ് എങ്ങനെ കാണാം, അതിൻ്റെ തൊട്ട് താഴെ കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു ലൂപ്പ് കാണാൻ പറ്റും നമുക്ക്. ഈ ലൂപ്പിലാണ് ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതിലാണ് നെക്സ്റ്റ് ഇത് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് അറ്റാച്ച് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ ഇതുപോലെയുള്ള ബീഡഡ് പിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ആദ്യം ഒന്ന് പൊസിഷൻ ഫിക്സ് ചെയ്ത് വെക്കാം. എത്രത്തോളം പൊസിഷൻസ് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത് സ്യൂജ് ചെയ്യുമ്പോൾ കുറച്ച് എളുപ്പമുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ലല്ലോ. അപ്പോൾ ഇതാ സിബിൻ്റെ റണ്ണർ ഇവിടെയാണ്. അപ്പോൾ ഞാൻ ഈ റൈറ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഈ സിബിൽ നമുക്കിങ്ങനെ ഈ കാണിക്കുന്ന പോലെ ഇങ്ങനെ ഒരു ചെറിയ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഫസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നേരത്തെ കാണിച്ച ആ ഒരു പേഴ്സിൻ്റെ ലൂപ്പില്ലേ, അതായത് ഇതല്ല ഈ സൈഡിലെ, ഇതാണ് എനിക്കിപ്പോൾ ഫസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിലേക്ക് ഇതാ ഇങ്ങനെ എടുക്കുക, അതിൻ്റെ അകത്തൂടെ എടുക്കുക. ഇനി നമ്മൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും തിരിച്ച് സിബിലാണ് വർക്ക് ചെയ്യേണ്ടത്. തൊട്ടടുത്ത് തന്നെയായിട്ട് സെയിം അങ്ങനെ ഒരു സ്റ്റിച്ച് എടുക്കുക, ഇങ്ങനെ എടുത്തു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ തൊട്ടടുത്ത ലൂപ്പ് അതെന്ന് പറയുമ്പോൾ ഇതാ വരിക, ഇതാ ആ ലൂപ്പിൽ വർക്ക് ചെയ്യാം. ഇതിങ്ങനെ മാറി മാറി ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും നമ്മൾ സിബിൽ വർക്ക് ചെയ്യണം. തൊട്ടടുത്തായിട്ട് ഇങ്ങനെ എടുത്തു കൊടുക്കുക. ഇത് നമുക്ക് ഒരുമിച്ച് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതായത് ഇപ്പോൾ ഇതിലെ എടുത്തിട്ട് സിബിൻ്റെ അകത്തൂടെ എടുത്തിട്ട് ഒറ്റയടിക്കുക ഈ പേഴ്സിൻ്റെ അകത്തൂടെ ലൂപ്പിൽ പെട്ടെന്ന് വർക്ക് തീരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. കണ്ടോ, അപ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതിങ്ങോട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ കണ്ടോ, ഇത് പിന്നെ ഗ്യാപ്പും അങ്ങനെയൊന്നും നമ്മൾ അറിയില്ല. കണ്ടോ, നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുത്ത് തന്നെ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്കിനി ഇത് മൊത്തം ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഷൂട്ടിങ്ങും ഇതും കൂടെ ആകുമ്പോൾ നമുക്ക് അത്ര കോൺസെൻട്രേറ്റ് ചെയ്ത് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ഈ മൊത്തം ഇവിടെ വരിക, ഇവിടെയും കണ്ടിന്യൂ ചെയ്യുക, ഇങ്ങനെ ഈ എൻഡ് വരെ സെയിം ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ സിബ് മൊത്തമായിട്ടും പറഞ്ഞ പോലെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അതിങ്ങനെ റൗണ്ട് വന്നു, ഇവിടെ ഇങ്ങനെ ടേൺ ചെയ്ത് ഫൈനലി ഇവിടെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമലി സ്റ്റിച്ച് എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കുമല്ലോ, നമ്മളിങ്ങനെ അത് കെട്ടിടില്ലേ ആ ലൂപ്പിൻ്റെ അകത്തൂടെ നീഡിൽ 1-2 തവണ എടുത്ത് അത്രേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. അത് കഴിഞ്ഞത് കട്ട് ചെയ്തിരിക്കുകയാണ്. അതൊക്കെ അതിൻ്റെ അകത്ത് ചെയ്യുമ്പോൾ മനസ്സിലായി, ഇവിടെ ഇങ്ങനെ ഹൈഡായി പൊക്കോളൂ, ഒന്നും തന്നെ പുറത്ത് കാണില്ല. നമ്മളിതിപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ കസ്റ്റമർ പറഞ്ഞ പോലെ അതാ ഫോണിന് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ക്യാഷ് ഇടാം ഈ പോക്കറ്റിൽ അത്യാവശ്യം. പിന്നെ ഇവിടെ കാർഡോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ നമുക്ക് അത് അവിടെ ഇടാം. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ കസ്റ്റമർ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിക്ക് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസിനായിട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.